പ്രതിപക്ഷ നേതാവ് വെല്ലുവിളി നടത്തിയിട്ട് മുഖ്യമന്ത്രി അത് സ്വീകരിച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള ഈ പരസ്യ സംവാദത്തിനായി കേരളം കണ്ണ് ഇമവെട്ടാതെ കാത്തിരിക്കുകയാണ്. എല്ലായിടത്തും പോയി മാധ്യമങ്ങളെ കാണുമ്പോൾ PR ഏജൻസികൾ പറഞ്ഞുകൊടുക്കുന്നത് പോലെ പറയുകയും അതിൽ പച്ചക്കള്ളം മാത്രം തൊഴിലാക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയുടെ മുഖം മൂടി വലിച്ചെറിയാൻ പ്രതിപക്ഷ നേതാവ് കണ്ടെത്തിയ മാർഗമാണ് പരസ്യ സംവാദം എന്നുള്ളത്. ആ വെല്ലുവിളി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. അതുമാത്രമല്ല, ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. എങ്കിലും ആളുകളുടെ മുന്നിൽ നാണം കെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആ പരസ്യ സംവാദത്തിന് ഇന്നലെ സമ്മതിച്ചു. ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെയാണ് മുഖ്യമന്ത്രി അതിന് സമ്മതം മൂളിയത്. അതിനുശേഷം കേരളം ഒന്നടങ്കം കാത്തു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ആ സംവാദത്തിനായി. ആരാണ് പച്ചക്കള്ളം പറയുന്നത് എന്നും ആരാണ് സത്യം പറയുന്നത് എന്നും ആ സംവാദത്തിലൂടെ അറിയാൻ വേണ്ടി നുണറായി എന്നും നുണേശൻ എന്നും വിളിക്കുന്ന 2 പേരുകളായി മാറിയത് കേരളത്തിലെ സൈബർ ഇടങ്ങളിലെ അധപ്പതനമാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെല്ലാം ഒരവസാനം ഉണ്ടാകണമെങ്കിൽ ഇവർ 2 പേരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് കേരളം വിശ്വസിക്കുന്നു. ആദ്യം അതിന് തയ്യാറാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് ചോദിച്ചു. മുഖ്യമന്ത്രിയാകട്ടെ സംവാദത്തിന് തയ്യാറാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ ഇങ്ങനെ എഴുതി: സംവാദമാകാം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. സ്ഥലവും സമയവും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ശ്രദ്ധിക്കുമല്ലോ. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാൻ എത്താം എന്നാണ് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തോറ്റ് പിന്മാറുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു നാണക്കേട് വേറെയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എല്ലാവരും വളരെ ഗൗരവത്തോടെയും വളരെ പ്രാധാന്യത്തോടെയുമാണ് കണ്ടത്. എന്നാൽ പൂർണ്ണമായും ഭയന്ന് വിറച്ച ഒരു മുഖ്യമന്ത്രി അടുത്തുപോലും പോകാതെ മാറി നിന്നു എന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: നേരിട്ടുള്ള സംവാദത്തിനല്ല, മറിച്ച് ഫേസ്ബുക്ക് സംവാദത്തിനാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്തൊരു നാണക്കേട് എന്നോർക്കണം. ഫേസ്ബുക്കിൽ ആരാണ് സംവാദം നടത്തുക? അതിന് തയ്യാറല്ല എന്ന് പിണറായി വിജയനോട് ഇതുവരെ വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല എന്ന് ആണ് അദ്ദേഹം ഇതിനായി സൂചിപ്പിക്കുന്നത്. ആ സംവാദം നടക്കട്ടെ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ തന്നെ തുടരുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നേരിട്ടുള്ള സംവാദം എന്ന് മാറ്റി ഫേസ്ബുക്ക് സംവാദം എന്നാക്കി മാറ്റുകയാണ് മുഖ്യമന്ത്രി. ഫേസ്ബുക്കിൽ ജീവിതത്തിൽ ഒരു വരി പോലും ഇതുവരെ മുഖ്യമന്ത്രി എഴുതിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതിനാളെ വച്ച് ചെയ്യിക്കുന്നതാണ് ഇവർ എന്നിരിക്കെ സതീശനോട് മറുപടി പറയാൻ പോലും കഴിയാതെ കൂലി എഴുത്തുകാരെ വെച്ച് ഫേസ്ബുക്കിൽ എഴുതിക്കാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തോറ്റോടിയെന്ന് തന്നെ പറയേണ്ടി വരും. പണ്ട് ലോട്ടറി കൊള്ളയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇതേ വി ഡി സതീശനോടൊരു സംവാദത്തിന് പോയതിൻ്റെ ക്ഷീണം ഇതുവരെ അദ്ദേഹത്തിന് മാറിയിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്ത് സംവാദത്തിന് പോയാൽ തൻ്റെ ആഫീസ് പൂട്ടുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ഫേസ്ബുക്ക് സംവാദം എന്നൊരു തട്ടിപ്പ് സംവാദമാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് മുഖ്യമന്ത്രി കണ്ടെത്തിയ ഒരു വഴിയായിരിക്കുന്നു. പക്ഷേ കേരളം ഇതെല്ലാം വളരെ വ്യക്തമായി കാണുന്നു. നേർക്കുനേർ ഇരുന്നുള്ളൊരു പരസ്യ സംവാദത്തിന് വി ഡി സതീശൻ തയ്യാറാണെന്ന് ആദ്യം പറയുകയും ആ വെല്ലുവിളി അഥവാ ക്ഷണമോ ആകട്ടെ അത് ഞാൻ സ്വീകരിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അന്ന് മുതൽ കാത്തിരിക്കുകയാണ് കേരളം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ ഇന്ന് ഫേസ്ബുക്കിൽ മാത്രം മതി സംവാദം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നൊരു കാഴ്ചയാണ് കേരളം കണ്ടത്. അതായത് നേർക്കുനേർ ഇരുന്ന് പറഞ്ഞാൽ പിണറായിയുടെ കയ്യിൽ കണക്കുകളൊന്നുമില്ല. അങ്ങനെ ഒരു സംവാദം നടത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഈ സംവാദം ഒരു വാട്ടർലൂ ആയിരിക്കുമെന്ന് സംശയം വേണ്ട.